ബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ച് CV ആനന്ദബോസ് കാരണം വ്യക്തമാക്കാതെയാണ് രാജി ഞെട്ടലുണ്ടാക്കിയെന്ന മമതാ ബാനർജിയുടെ പ്രതികരണം. തമിഴ്നാട് ഗവർണർ RN രവി ബംഗാൾ ഗവർണറാകുമെന്ന അറിയിപ്പ് കിട്ടിയതായും മമതാ ബാനർജി. വിശദാംശങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ഫെമിന, എന്താണ് പറയൂ വിശദാംശങ്ങൾ? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ സ്ഥാനം CV ആനന്ദബോസ് രാജിവെച്ചിരിക്കുന്നത്. കാരണം വ്യക്തമാക്കാതെയാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. രാജി ലഭിച്ചതായി ലോക്ഭവനാണ് അറിയിച്ചത്. കാലാവധി തീരുന്നതിന് മുൻപാണ്. ഇപ്പോൾ 3 വർഷത്തോളം മാത്രം സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. CV ആനന്ദബോസും മമതാ ബാനർജി സർക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഇത്തരത്തിൽ നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ CV ആനന്ദബോസ് രാജിവെക്കുകയാണ്. അദ്ദേഹത്തിന് പകരമായിട്ട് തമിഴ്നാട് ഗവർണർ RN രവി ബംഗാൾ ഗവർണർ ആകും എന്ന അറിയിപ്പ് ലഭിച്ചതായി മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താനുമായിട്ട് കൂടിയാലോചനകളൊന്നും നടത്താതെയാണ് ഇപ്പോൾ CV ആനന്ദബോസ് രാജിവെച്ചതെന്നും RN രവിയെ ബംഗാൾ ഗവർണറായി നിയമിക്കുന്നത് എന്നുമാണ് മമതാ ബാനർജി പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഈ ബംഗാൾ ഗവർണർ രാജിവെച്ചത് എന്നൊരു ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CV ആനന്ദബോസ് രാജിവെക്കുന്നത് വളരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കാരണമാകുന്നത്. അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദങ്ങളുണ്ട്. കേന്ദ്രത്തിന്റെ തീരുമാനം ബംഗാളിൽ നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് മമതാ ബാനർജി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള കവീന്ദർ ഗുപ്തയും രാജിവെച്ചിട്ടുണ്ട്. 9 മാസം മാത്രം ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നതിന് ശേഷമാണ് രാജിവെക്കുന്നത്. അപ്പോൾ രാജികൾ ഇപ്പോൾ ഈ NDA ഭാഗത്ത് നിന്ന് രാജികൾ തുടർക്കഥയാകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ശരി ഫെമിന, കാരണം വ്യക്തമാക്കാതെ കാലാവധി തീരും മുൻപായാണ് CV ആനന്ദബോസ് ബംഗാൾ ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്.